ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനം ശ്രവിച്ച വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം വാക്യം. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്കറിയാം, സന്ദർഭം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ആ പത്രോസും കൂട്ടുകാരും അവരുടെയൊക്കെ പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വലിയ യാഥാർത്ഥ്യത്തെ അവർ ഒരുമിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പലരും എൻ്റെ ജീവിതത്തിന് ഈ തിന്മയിൽ നിന്ന് രക്ഷയുണ്ടോ, ഈ രോഗത്തിൽ നിന്ന് രക്ഷയുണ്ടോ, ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷയുണ്ടോ, ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തകർച്ചകളിൽ നിന്ന് രക്ഷയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് ഈ ദിനത്തിൽ ദൈവം നൽകുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിലായിരുന്നു. തളർന്ന മനസ്സുമായിട്ട് നിരാശപ്പെട്ട് ക്യാൻസർ സെൻ്ററിലെ ആ ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ്. ക്യാൻസറാണെന്ന് ഡോക്ടർമാർ പൂർണ്ണമായിട്ട് സർട്ടിഫൈ ചെയ്തു. കീമോ എടുത്തു തുടങ്ങണമെന്ന് പറഞ്ഞു. 1-2 കീമോകളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വെപ്രാളമായി, അസ്വസ്ഥതയായി. ഇനി കീമോ തുടർന്ന് കൊണ്ട് പോകാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ. ഈ സമയത്താണ് ഈ മനുഷ്യൻ വന്നിട്ട് പറയുക, അച്ഛാ, എനിക്ക് രക്ഷയുണ്ടോ? എൻ്റെ ജീവിതത്തിന് രക്ഷയുണ്ടോ? ഈ രോഗം എന്നെ മരണത്തിൽ കൊണ്ടെത്തിക്കുമോ എന്നുള്ള ആകുലതയിൽ ഈ മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് കൊടുക്കാനായിട്ടുള്ള ഉത്തരം മറ്റൊന്നുമായിരുന്നില്ല, ഇതുതന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, ദൈവം ഇടപെടും, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, കർത്താവായ യേശു നിന്നെ രക്ഷിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുക്കുക, എല്ലാ ദിവസവും രാവിലെ കുർബാനയിൽ പങ്കെടുക്കുക, സാധിക്കുന്ന സമയത്തൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമെടുത്ത് വായിക്കുക. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് തുടങ്ങി. ഓരോ ദിവസവും അദ്ദേഹം പ്രഭാതത്തിൽ കഷ്ടപ്പെട്ടാണെങ്കിൽ പ്രയാസപ്പെട്ട് അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കും. ഇതിങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു ഊർജ്ജസ്വലതയും ഉണർവും കിട്ടിയതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും ഒന്ന് പരിശോധനയ്ക്ക് വിധേയപ്പെടുവാനായിട്ട് തയ്യാറായി. 95% ക്യാൻസറാണെന്ന് ആദ്യം ഉണ്ടായിരുന്ന ആ റിപ്പോർട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ പരിശോധന കഴിയുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ക്യാൻസർ മാറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ഇന്ന് അത്ഭുതത്തോടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ വിഷമതകൾ, അസ്വസ്ഥതകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ, നിന്നെ നിരാശപ്പെടുത്തുന്നുണ്ടോ, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് നിൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് രക്ഷയുണ്ട് കർത്താവായ യേശുവിലൂടെ. രക്ഷ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു 3 നിലപാടുകളുണ്ട്. ഒന്നാമത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. ഒന്നാമത് നമ്മൾ എടുക്കണം, രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. കാരണം അപ്പോസ്തല പ്രവർത്തനം 16:31 പറഞ്ഞില്ലേ, കാരണം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് യേശുവിൽ ഒന്നാമത് അടിയുറച്ച് വിശ്വസിക്കണം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായം 6-ാം വാക്യം, ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നിൻ്റെ അവസ്ഥ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ,
ദൈവസന്നിധിയിൽ നീ ശരണം പ്രാപിച്ച് ഈ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് നീ ആഗ്രഹിച്ചു വന്നാൽ ഒന്നാമത് യേശു കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കണം. മാർക്കൂസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബർത്തമ്യൂസ്, അന്ധനായ യാചകൻ, അവൻ കർത്താവായ യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. കാരണം എല്ലാവരും അവൻ്റെ ചുറ്റുപാടുകൾ നിശബ്ദനായിരിക്കുക എന്ന് അവനോട് ശക്തമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവന് അടിയുറച്ചൊരു വിശ്വാസമുണ്ട്. യേശു എൻ്റെ സ്വരം കേട്ടാൽ യേശു എൻ്റെ അന്ധത മാറ്റും. യേശുവിന് എൻ്റെ സ്വരം കേട്ടാൽ, യേശു കേൾക്കുമ്പോളം ഞാൻ ഉറച്ച സ്വരത്തിൽ വിളിക്കുമെന്ന് അവൻ്റെ വിശ്വാസം അവനെ അത് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്താണ്, അവൻ ശക്തിയോടെ യേശുവേ ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിശ്വാസത്തോടെ ആ അന്ധനായ ബർത്തമ്യൂസ് അവൻ നിലവിളിച്ചു. യേശുവിലുള്ള ആ വിശ്വാസത്തിൽ മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 52 തിരുവചനം നമ്മൾ കാണുകയാണ്. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ അരികിൽ വിശ്വസിച്ച് കടന്നു വന്നവരെ യേശു സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. സൗഖ്യപ്പെടുത്താത്ത മേഖലകളുണ്ടെങ്കിൽ അവരെ ആ മേഖലകളെ ബലപ്പെടുത്താനായിട്ട് ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ സത്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം, വഴിയും സത്യവും ജീവനാണ്, ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികിലേക്ക് വരുന്നില്ല. യേശുവിലൂടെ മാത്രമേ സമ്പൂർണമായ ഒരു രക്ഷ, ഒരു സൗഖ്യം, ഒരു വിടുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ അരികിൽ വരുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാനായിട്ട് കഴിയണം. മാർക്കൂസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 നമ്മൾ കാണുന്നുണ്ട്, തളർന്നു കിടക്കുന്ന തളർവാദ രോഗിയെ ഈ 4 പേര് ആ കിടക്കയോടെ എടുത്ത് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം ഈ തളർവാദ രോഗിയെ എടുക്കുന്ന ഈ 4 പേർക്കറിയാം, ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അരികിൽ കൊണ്ടെത്തിച്ചാൽ അവന് സൗഖ്യം കിട്ടും. കാരണം ഈ 4 പേരുടെ ഉറച്ച വിശ്വാസമാണ്. തളർവാദ രോഗിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവരുടെ ഉറച്ച ഒരു വിശ്വാസം. അതുകൊണ്ടാണ് വചനം പറയുക, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിലുള്ള ചിലർക്ക് വിശ്വാസ തകർച്ചയിൽ ജീവിക്കുന്ന വ്യക്തികളാകാം. വിശ്വാസത്തിൽ നിന്ന് അകന്ന് തിന്മയുടെ കൂട്ടുകെട്ടുകളിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷേ നിൻ്റെ അടിയുറച്ച വിശ്വാസവും നിൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയും നിൻ്റെ ജീവിതത്തിൽ നീ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കർത്താവ് നിന്നിലൂടെ നിൻ്റെ ആ കുടുംബത്തെ വിശുദ്ധീകരിക്കും, രക്ഷിക്കും. ഇതൊരു വലിയൊരു സത്യമാണ്. തളർവാദ രോഗിയെ ഈ 4 പേര് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കാരണം അവരെത്തുമ്പോൾ ആ ഭവനത്തിൽ ആൾക്കാർ നിറഞ്ഞിരിക്കുക. നേരെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ പുരമുകളിൽ കയറി ആ പുരമുകളിൽ അത് പൊളിച്ചു മാറ്റിയിട്ട് ഈ തളർവാദ രോഗിയെ കിടക്കയോടെ അവൻ്റെ ഈശോയുടെ അരികിലേക്ക് എത്തിച്ചു. ആ നിമിഷം തന്നെ ഈശോ പറയുന്നുണ്ട്, വചനം പറയുകയാണ്, മാർക്കൂസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം, അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നോക്കണേ, അതുപോലെ തന്നെ, കാരണം ഈശോയുടെ അത്ഭുതങ്ങൾ അതാണ്. വിശ്വാസം ഉണ്ടാകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. വിശ്വാസം കൂടാതെ നമുക്കൊന്നും നേടാനായിട്ട് പറ്റുകയില്ല. ചില സ്ഥലങ്ങളിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതെ പോയിട്ടുണ്ട്. എന്താണ് ഈ വചനം പറയുകയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം അവന് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. നിൻ്റെ വിശ്വാസം പോലെ ഇരിക്കും യേശുവിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന അത്ഭുതത്തിൻ്റെ അളവ്. മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, 12 വർഷക്കാലം ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവൾ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അത് സംഭവിച്ചു. വീണ്ടും ശതാധിപൻ്റെ ആ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശതാധിപൻ, മാർക്കൂസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ 23 തിരുവചനങ്ങളിൽ ആ ശതാധിപൻ്റെ ആ ജെറോസ് അധികാരി, സിനഗോഗ് അധികാരിയാണ് ജെറോസ്. ഇദ്ദേഹത്തിൻ്റെ മകള് രോഗം പിടിപെട്ട്, പനി പിടിപെട്ട് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. 12 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് ഈ ഭരണാധികാരി, ഈ സിനഗോഗ് അധികാരി യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് തൻ്റെ മകളുടെ അവസ്ഥ പറയുന്നു. യേശു ആ സിനഗോഗ് അധികാരിയായ ജെറോസിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഈ ഭവനം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഭവനത്തിൽ നിന്ന് ദൂത് വരികയാണ്. അവിടുത്തെ ദാസന്മാർ വന്നിട്ട് ഈ ജെറോസിനോട് പറയുകയാണ്, ഗുരുവിനെ ഇനി ശല്യപ്പെടുത്തേണ്ട, മകൾ മരിച്ചു കഴിഞ്ഞു,
കാരണം ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് യേശു കേൾക്കുമ്പോൾ ഈ ജെയ്റോസിനോട് യേശു പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, നീ വിശ്വസിച്ചാൽ മാത്രം മതി, നീ ധൈര്യമായിരിക്കുക. കാരണം ജെയ്റോസിനോട് ഈ മാർക്കോസിൻ്റെ സുവിശേഷം 5-36 ജെയ്റോസിനോട് ഈശോ പറയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം ലഭിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലുടനീളം സംഭവിച്ച എല്ലാ അത്ഭുതങ്ങളുടെ പിന്നിലും വിശ്വാസത്തിൻ്റെ ഒരു പ്രതലമുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു പ്രതലമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ യേശുവിലൂടെ നമുക്ക് രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിൽ അടിയുറച്ച ഒരു വിശ്വാസമുണ്ടാകണം. യോഹന്നാൻ്റെ സുവിശേഷം 14-12 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർ ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, രക്ഷയുടെ അനുഭവങ്ങൾ സംഭവിക്കുവാൻ കാരണം വിശ്വാസമാണ്, യേശുവിലുള്ള വിശ്വാസമാണ്. സങ്കീർത്തനം 9:10, 9-ാം സങ്കീർത്തനം 10-ാം വാക്യം, അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു, കർത്താവെ അങ്ങയെ അന്വേഷിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ അവിടെ അത്ഭുതമുണ്ടാകും. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഓരോ ദിവസവും നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവായ യേശുവേ, നിന്നിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് രക്ഷ നേടുവാൻ നമ്മൾ ഒന്നാമത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവായ യേശുവേ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കണം. എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 17-ാം വാക്യം, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടാകണം. യേശുവിനെക്കുറിച്ചുള്ള വചനം, യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന വചന സ്ഥലങ്ങളിൽ ചെന്ന് ആ വചനം കേൾക്കാനായിട്ട് സാധിക്കണം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിലുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ എവിടെയൊക്കെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെയൊക്കെ സുവിശേഷ യോഗങ്ങൾ നടക്കുന്നുണ്ടോ, അവിടെ യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുവാനായിട്ടുള്ള തുറവിയോടെ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാനായിട്ട് കഴിയണം. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ അടയാളങ്ങൾ സംഭവിക്കും. എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നേടിയ അനേകം സംഭവങ്ങൾ. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിലൂടെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നീ കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലും ഈ വിശ്വാസം ആഴപ്പെടും. എല്ലാ ദിവസവും തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്, രക്ഷപ്പെടുവാനായിട്ട് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. ഒന്നാമത് യേശുവിൽ വിശ്വസിക്കണം, രണ്ടാമത് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമം യേശുനാമമാണ്. മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഉള്ളിലിരുന്ന് എനിക്കിതിൽ നിന്ന് രക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമാണ്, യേശുനാമം വിളിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. 4-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 11 പറയുക, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹയുടെ വാക്കുകളാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ധീരതയോടെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാണ്, മറ്റാരിലും രക്ഷയില്ല, കർത്താവായ യേശുവിൽ മാത്രമേ, ആ നാമത്തിന് മാത്രമേ രക്ഷയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗം കൊടുത്ത നാമമാണ് യേശു. പിതാവായ ദൈവം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത നാമമാണ് യേശു. ദൈവത്തിന് ഒരു പേരുണ്ടെങ്കിൽ അത് യേശുവാണ്, ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് യേശുവാണെന്നൊക്കെ ഫ്രാൻസിസ് പാപ്പ പ്രഘോഷിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ നാമത്തിന് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ലൂക്കയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 31 നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അരികിൽ വന്നിട്ട് ദൈവപുത്രൻ്റെ ജനനം പറയുമ്പോൾ, ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുവാൻ പോകുന്ന കാര്യം പറയുമ്പോൾ, അവന് നീ ഒരു പേരിടണം, യേശു. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 21 ഗബ്രിയേൽ ദൂതൻ ജോസഫിനോട് വന്നിട്ട്, വിശുദ്ധ യൗസേപ്പിതാവിനോട് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു പുത്രൻ ജനിക്കും, അവന് നീ യേശുവെന്ന് പേരിടണം. കാരണം മാറ്റമില്ല, ഈ നാമം ശക്തമായ നാമമാണ്. യേശുനാമത്തിൽ എത്രമാത്രം അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ പേരുടെ ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ടു ഈ നാമത്തിലൂടെ. അപ്പോസ്തല പ്രവർത്തനം 2:21 പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും.
കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ ലോകത്തിലെ വേറെ നാമങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് രക്ഷയുടെ അനുഭവം കിട്ടുകയില്ല. രക്ഷയുടെ അനുഭവം കിട്ടണമെങ്കിൽ നിൻ്റെ നാവിൽ നിന്ന് യേശുവേ 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 എന്നുള്ള ആ നാമം ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 32 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുനാമം. സ്വർഗം നൽകിയ ശക്തമായ രക്ഷിക്കുവാനായിട്ട്, ഈ ലോകത്തെ രക്ഷിക്കുവാൻ സ്വർഗം നൽകിയ നാമമാണ് യേശുനാമം. പിശാചുകൾ ഭയപ്പെടുന്ന നാമമാണ് യേശുനാമം. അന്ധകാര ശക്തികൾ മാറിപ്പോകുന്ന നാമമാണ് യേശുനാമം. എല്ലാ നാമങ്ങളും മുട്ടുമടക്കുന്ന നാമമാണ് യേശുനാമം. എല്ലാ ആത്മീയമായ വരദാനങ്ങളും ശക്തിയും മനുഷ്യജീവിതങ്ങളിൽ കടന്നു വരുവാൻ സഹായിക്കുന്ന നാമമാണ് യേശുനാമം. അപ്പോൾ ഈ നാമം നമ്മൾ കൂടെ ഉരുവിടുവാനായിട്ട്, ആ നാമത്തിൽ വിശ്വസിച്ച് ദൈവനാമം വിളിച്ചപേക്ഷിക്കുവാൻ, യേശുനാമം വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ബ്രദർ ലോറൻസ് എന്ന് പറഞ്ഞ നിഷ്പാദക കർമ്മലിത്ത സഭയിലെ ഒരു ബ്രദറായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വനത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി. തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ രാത്രിയായി. ഇനി തിരിച്ചു പോകാനായിട്ട് പറ്റുകയില്ല. ഇനി നേരം വെളുക്കുന്നത് വരെ ഈ വനത്തിൽ തന്നെ നിൽക്കണം. അങ്ങനെ ആ രാത്രിയിൽ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ വനത്തിൽ നിന്ന് ചില ജീവികളുടെയൊക്കെ ശബ്ദം, പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടാൻ തുടങ്ങി. നമുക്കറിയാം രാത്രിയിൽ ഒരു വനത്തിൽ കയറി കഴിയുമ്പോൾ ഇടവഴികളിലൂടെ ചരിക്കുമ്പോൾ നമുക്കറിയാം ചില ശബ്ദങ്ങൾ. അപ്പോൾ ഈ ലോറൻസ് ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ശബ്ദങ്ങൾ ലോറൻസിനെ ഭയപ്പെടുത്താൻ തുടങ്ങി, ആകുലപ്പെടാനായിട്ട് തുടങ്ങി. അയ്യോ, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? ലോറൻസ് പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. യേശുവേ 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 എന്ന് പറഞ്ഞ് കണ്ണടച്ച് യേശുനാമം ഇങ്ങനെ ജപിക്കാനായിട്ട് തുടങ്ങി. യേശുനാമം ജപിച്ച് ഇരുണ്ടിരുന്ന സമയത്ത് ലോറൻസ് പോലും അറിയാതെ ശാന്തമായിട്ട് അവിടെ ഇരുന്നു. കുറേ കഴിയുമ്പോൾ ശാന്തമായിട്ട് ഉറങ്ങി. പ്രഭാതത്തിൽ ലോറൻസ് ഉണർന്ന് ശരിയായ ആ പ്രകാശം തെളിഞ്ഞപ്പോൾ തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുകയാണ്. ജീവിതത്തിലെ പാതി വഴികളിൽ ഏതെങ്കിലും മേഖലകളിൽ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നീ യേശുനാമം വിളിച്ചാൽ അവിടെ നിനക്ക് വഴി തെളിച്ച് യേശു കടന്നു വരും. എത്രയോ പേരുടെ ജീവിതാനുഭവങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 6 പറയുന്നില്ലേ, ജന്മനാ മുരന്തനായ ഒരു മനുഷ്യൻ സുന്ദര കവാടത്തിൻ്റെ മുമ്പിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, കർത്താവായ യേശു. ആ നാമത്തിൽ ഞങ്ങളിതാ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 6, സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-13, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ആരായിക്കൊള്ളട്ടെ, നീ ഏത് ജാതിയിലായിക്കൊള്ളട്ടെ, ഏത് മതവിശ്വാസത്തിലായിക്കൊള്ളട്ടെ, യേശുവേ എന്ന് വിളിച്ചാൽ യേശു നിന്നെ രക്ഷിക്കും. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 10 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ യേശു തന്നെ പറയുകയാണ്, 13-14 വാക്യങ്ങൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യേശു പറയുന്ന വാഗ്ദാനമാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നാമം, യേശുനാമം നമ്മൾ ഉപയോഗിക്കണം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടുവാൻ. മൂന്നാമത്, രക്ഷ പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് രക്ഷയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മൂന്നാമത്തെ ഉത്തരം ഇതാണ്, യേശുവിനെ പ്രതി അവസാനം വരെ സഹിച്ചു നിൽക്കണം. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ മുമ്പിൽ മനസ്സുമെടുക്കാതെ സഹിച്ചു നിൽക്കണം, കാത്തിരിക്കണം. സഹിച്ചു നിന്നാൽ അവിടെ നിനക്ക് രക്ഷ തരും ദൈവം. മാർക്കോസിൻ്റെ സുവിശേഷം 13:13, എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13, എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വീണ്ടും വചനം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 14 വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു, അതോടൊപ്പം അവസാനം വരെ യേശുവിൽ നാം പിടിച്ചു നിൽക്കണം. അവസാനം വരെ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയണം. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയണം. പ്രശ്നങ്ങളുണ്ടാകും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എനിക്ക് പറയാവുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്.
സെമിനാരി കാലഘട്ടത്തിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല ധ്യാനമൊക്കെ കൂടിയിട്ടാണ് ഞാൻ സെമിനാരിയിലേക്ക് കടന്നു വന്നത്. സെമിനാരിയിലെത്തിയപ്പോൾ സെമിനാരിയുടെ ചില നിയമങ്ങളുണ്ട്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം കളിയുണ്ട്, ടൈം ടേബിൾ അനുസരിക്കണം എല്ലാം. അപ്പോൾ കളിയോടൊന്നും വലിയ താല്പര്യമില്ല. കൂടുതൽ പ്രാർത്ഥനയും ഇതുമൊക്കെ ഒരു ധ്യാനമൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ വലിയ കളിക്കണമെന്നൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഫുട്ബോളാണ് ഞാൻ കൂടുതൽ കളിക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് സെമിനാരിയിൽ കൂടുതലും വോളിബോളാണ്. ബാസ്കറ്റ് ബോളും വോളിബോളുമാണ് കളിക്കേണ്ടത്. അപ്പോൾ ആ ടൈം ടേബിളുണ്ട്. ഈ ടൈം ടേബിളിൻ്റെ സമയത്ത് കോർട്ടിലെത്തിയേ പറ്റൂ. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിനോട് വലിയ താല്പര്യവുമില്ല. പക്ഷേ എന്ത് ചെയ്യാം? പക്ഷേ യേശുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, സഹിച്ചു നിൽക്കാമെന്നുള്ള മനോഭാവത്തിൽ ഈ കളി വരുന്ന സമയത്ത് ചെന്ന് നിൽക്കും. എനിക്ക് താല്പര്യമില്ല ഈ കളിയിൽ. കാരണം ഈ ഫുട്ബോൾ കളി മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷേ മറ്റ് കളികളോട് നിയമം അനുസരിക്കാൻ വേണ്ടി സഹിച്ചു നിന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവകൃപയിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചു. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം ചിലരൊക്കെ സെമിനാരിയിൽ വലിയ തീഷ്ണതയോടെ വരും. ധ്യാനമൊക്കെ കൂടി എനിക്ക് അച്ഛനാകണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യണമെന്നൊക്കെ തീഷ്ണതയോടെ കടന്നു വരും. വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിഷമം തരുന്നതായിരിക്കും. ചിലപ്പോൾ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ചില ജോലികൾ നമ്മൾ വീട്ടിലൊക്കെ സുഖകരമായി ജീവിച്ചിട്ട് സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ചിലപ്പോൾ വിഷമിപ്പിക്കുന്ന ജോലികളൊക്കെ ചെയ്യും. ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മളെ എളിമപ്പെടുത്തുവാനും നമ്മളെ വിശുദ്ധീകരിക്കുവാനുമായിട്ടൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്. അപ്പോൾ അത് ചിലർ അയ്യോ എനിക്ക് പറ്റില്ല, ഇതൊന്നും ഞാൻ ചെയ്യില്ല, ഇത് സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല, ഇങ്ങനെ നിലപാടെടുത്തു കഴിഞ്ഞാൽ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിലർ വിമർശിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പോയ കുറേ പേരുടെയൊക്കെ ജീവിതങ്ങൾ അറിയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ ആദ്യ നാളുകളിൽ സെമിനാരി കയറി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചകളിൽ TV-യിൽ സിനിമയുണ്ട്. ആ സിനിമ കാണാനായിട്ട് എല്ലാവരും അവിടെ വന്ന് ഇരിക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാർത്ഥനയുടെ ആ തീഷ്ണതയിൽ വന്നതുകൊണ്ട് സിനിമയൊന്നും കാണാൻ പാടില്ല, കാരണം സിനിമ കാണുന്നത് പാവമാണെന്നുള്ള ഒരു ചിന്ത ആ നാളുകളിലുള്ളതുകൊണ്ട് ആ സമയത്ത് പക്ഷേ ടൈം ടേബിൾ തെറ്റിക്കാൻ പാടില്ല, കണ്ടില്ലെങ്കിൽ പണിഷ്മെൻറ്റ് ലഭിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, സിനിമ ആ TV-യുടെ മുമ്പിൽ ചെന്നിരിക്കും. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാതെ മനസ്സ് കണ്ണൊക്കെ വേറെ സ്ഥലത്ത് നോക്കിക്കൊണ്ട് കണ്ണും അടച്ചിരുന്നിട്ട് എന്തെങ്കിലും മനസ്സിൽ യേശുവേ നന്ദി, യേശുവേ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് കടന്നുപോയ നാളുകളുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ബോധ്യവും ആ ബലപ്പെടുത്തലുകളും സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ നിന്നതുകൊണ്ടാണ് ഈ ദിനത്തിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ എനിക്ക് നൽകിയത്. അപ്പോൾ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനെ രക്ഷയുണ്ടാവുകയുള്ളൂ. ഏത് രോഗമാകാം, കടബാധ്യതയാകാം, തകർച്ചകളാകാം, അവസാനം വരെ പിടിച്ചു നിൽക്കണം. അതല്ലാതെ ഇനി രക്ഷയില്ല, ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും വളഞ്ഞ വഴി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വചനത്തിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കാമെന്ന് നിൻ്റെ ചിന്തകളിൽ വന്നു കഴിഞ്ഞാൽ അത് നിന്നെ തകർക്കുന്ന തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാനായിട്ട് കഴിയണം. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 10-23 നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-15 അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. വീണ്ടും തിരുവചനത്തിലൂടെ അവസാനം വരെ പിടിച്ചു നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് അറിയുകയും ചെയ്യുവൻ. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലാകാം, നമ്മുടെ കുടുംബത്തിലാകാം, ശുശ്രൂഷ മേഖലകളിലാകാം, തൊഴിൽ മേഖലകളിലാകാം, ഒരുപക്ഷെ സഹനാനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരുവചനം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുവിനെ പ്രതി അവസാനം വരെ നീ സഹിച്ചു നിന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിച്ചത് എനിക്ക് രക്ഷയുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തലായിരുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. യേശുവിൻ്റെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിന്നാൽ നിനക്ക് രക്ഷയുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ യേശുനാമത്തിൽ വിശ്വസിക്കുവാനും അതിലുറച്ചു നിൽക്കുവാനും അവസാനം വരെ സഹിച്ച് ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നവ രക്ഷയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിരാശപ്പെടുത്തുന്ന തെറ്റായ ചിന്തകളിൽ നിന്ന്, മനോഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുതൽ നൽകി അനുഗ്രഹിച്ച് വിശ്വാസത്തിൽ യേശുനാമത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.